Hi. Hi everyone. Today Ami is going to Netherlands. What do you think about that? I am Are you happy? Sister Nightwall. I don't understand your English. ഹായ്. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞാനും ഇറങ്ങി. എങ്ങോട്ടാണ്? ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇതെൻ്റെ ആദ്യത്തെ വ്ളോഗാണ്. ഇതൊന്നും കാര്യമായിട്ട് എങ്ങനെയാണ് പ്രൊഫഷണൽസ് എടുക്കുന്ന പോലെ എടുക്കുന്നതെന്നും എനിക്കറിയത്തില്ല. ബട്ട് സ്റ്റിൽ ചെറിയൊരാഗ്രഹം. സോ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഒന്ന് വ്ളോഗ് ചെയ്ത് നോക്കാം എന്ന് തോന്നി. സോ നമ്മൾ ഒരു ട്രിപ്പ് പോവാണ്. എങ്ങോട്ടാണ്? യൂറോപ്പ്. സോ ഇറ്റ്സ് ആക്ച്വലി എ ഹണിമൂൺ ട്രിപ്പ്. പക്ഷേ ഹണി കൂടെ ഇല്ല. എന്താണെന്ന് വെച്ചാൽ ഹി ഹാസ് സം വർക്ക്സ് ടു ഫിനിഷ്. സോ അതുകൊണ്ട് 2-3 ഡേയ്സ് കഴിഞ്ഞേ ഹണി ജോയിൻ ചെയ്യുള്ളൂ. മൈ ഹസ്ബൻഡ് വിൽ ജോയിൻ ആഫ്റ്റർ ദാറ്റ്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 5 ദിവസം മുന്നേ പോവാണ്. ഞാനിപ്പോൾ പോകുന്ന നെതർലാൻഡ്സിലേക്കാണ്. സോ അവിടെ പോയി 2-3 ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവിടെ. സോ അവിടെ ഒന്ന് ചില്ല് ചെയ്തിട്ട് മൈ ഹസ്ബൻഡ് വിൽ ജോയിൻ. സോ നമ്മളിപ്പോൾ പോകുന്നത് നെതർലാൻഡ്സിലേക്കാണ്. ഇപ്പോൾ അബുദാബിയിലേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് ലേ ഓവർ കഴിഞ്ഞ് നേരെ ഒരു 1.5 hour ഉള്ളൂ ലേ ഓവർ. സോ അവിടെ നിന്ന് നേരെ നെതർലാൻഡ്സിലേക്ക്. അപ്പോൾ നമുക്കിനി അബുദാബി ചെന്നിട്ട് കാണാം. ഇടവേളകൾ ആനന്ദകരമാക്കാൻ നമ്മൾ സ്വയമേ എൻ്റർടൈൻ ചെയ്യുക. സോ വി ആർ ഗോയിങ് ടു ലാൻഡ്. നമ്മൾ അബുദാബി എത്തിയിരിക്കുന്നു. അങ്ങനെ 1.5 മണിക്കൂറത്തെ ലേ ഓവറിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ഫ്ലൈറ്റ് കയറി. എനിക്കാണെങ്കിൽ നല്ല വിശപ്പും. നെക്സ്റ്റ് ഫ്ലൈറ്റ് ബോർഡ് ചെയ്തു. സോ ഇവിടെ നിന്ന് ഒരു 6 hours ഉണ്ട്. ഓൾമോസ്റ്റ് ഫുള്ളാണ് ഫ്ലൈറ്റ്. അപ്പോൾ നല്ല വിശക്കുന്നുണ്ട്. സോ ഐ ടു ഈറ്റ് സംതിങ്. അങ്ങനെ ഞാനൊരു പടം കണ്ടു തീർത്തു. പക്ഷെ ഇനി ഇരിക്കണം ഒരു 4-5 മണിക്കൂർ. അതിനി എന്ത് ചെയ്യും? തൽക്കാലം നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ച് എയർ ഷോ കാണാം. എനിക്ക് അല്ലെങ്കിലുള്ള സ്വഭാവമാണ് ഇങ്ങനെ. ഫ്ലൈറ്റ് ഇപ്പോൾ കയറിയാലും എനിക്ക് ടോപ്പ് വ്യൂ, ടെയിൽ വ്യൂ ഇതൊക്കെ കാണണം. അത് എബിയിൽ നിന്ന് പകർന്നു കിട്ടിയൊരു അസുഖമായിപ്പോയി. എബി ഇല്ലാത്തതുകൊണ്ട് ഞാൻ കണ്ടേക്കാം. അയ്യോ, ഞാൻ മെഷീൻ കിടക്കി. ഇതും ആക്ച്വലി എനിക്ക് പകർന്നു കിട്ടിയ ഒരു പകർച്ചവ്യാധിയാണ്. നമ്മൾ പോകുന്ന വഴികളൊക്കെ ഇങ്ങനെ കണ്ട് പോവുക. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഉസ്താദ് മിസ്റ്റർ എബിയാണ്. അതും എബി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കാണാം.
ഇപ്പം നമ്മളുള്ളത് ഇവിടെയാണ്. എവിടെയാണ്? ഇവിടെ. അയ്യോ, എവിടെ? ആ, ഇവിടെ. ബാറ്റ്മാനോ? സാധാരണ എൻ്റെ ട്രിപ്പടി എങ്ങനെയാണെന്നറിയോ? ട്രാവൽ ചെയ്യുമ്പോൾ ഫ്ലൈറ്റ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഫുഡടിയാണ് അതിൻ്റെ ഒരു ഇത്. അവിടെ നിന്ന് തുടങ്ങും. പിന്നെ ഒരു കൺട്രോളും ഇല്ല. എങ്ങോട്ടാ പോകുന്നത്, എന്താ കഴിക്കുന്നത്, ഫുഡ് നന്നാവുക, അത് മാത്രമേ ഉള്ളൂ. തിരിച്ചു വരുമ്പോൾ ഒരു 2-3 കിലോ എങ്കിലും കൂടും. പക്ഷേ എൻ്റെ ട്രെയിനറിൻ്റെ മുഖം ഓർക്കുമ്പോഴത്തേക്കും എന്നാലും ഷുഗറൊക്കെ ഞാൻ അടിച്ചു വിടും, എസ്പെഷ്യലി ഇങ്ങനത്തെ പേസ്ട്രീസൊക്കെ കാണുമ്പോൾ. വെൽക്കം ടു ആംസ്റ്റർഡാം. ഗുഡ് മോർണിംഗ്. ഇന്നലെ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. എന്താ സംഭവിച്ചതെന്ന് എനിക്ക് അറിയത്തില്ല. ഐ വാസ് ടോട്ടലി ലോസ്റ്റ് ഇൻ ആഫ്രിക്ക. പുറത്തെത്തി എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചു. ഹെർ നെയിം ഈസ് വിവറ്റ്. പുള്ളിക്കാരി വന്നിട്ട് പാർക്കിംഗ് മാറിപ്പോയി. അങ്ങനെ ചടപടാന്ന് ഞങ്ങൾ കണ്ടുമുട്ടി. അതെനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. അതെനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. പക്ഷേ അതിന് മുമ്പ് ഞങ്ങൾക്ക് പാർക്കിംഗ് ടിക്കറ്റ് കിട്ടി ഗൈസ്. പുള്ളിക്കാരി റോങ് സൈഡിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്തു. എന്നെ കണ്ട എക്സൈറ്റ്മെൻറ്റിൽ അങ്ങനെ പൈസയും പോയി. വീട്ടിൽ വന്ന് ആകെ സങ്കടമൊക്കെ പറഞ്ഞിരുന്നത് കൊണ്ട് എനിക്ക് വീഡിയോ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ തുടക്കക്കാരി ആയതുകൊണ്ട് നിങ്ങളത് ക്ഷമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ബെറ്ററാക്കാം. ഞാനിപ്പോൾ ആക്ച്വലി അവരുടെ വീട്ടിലാണ് ഉള്ളത്. വെള്ളത്തിനൊക്കെ ആണെങ്കിൽ ഒടുക്കത്ത തണുപ്പും. ഇത് യോഹാൻ്റെ റൂമാണ്. വിവറ്റിൻ്റെ മൂത്ത മകൻ. അവൻ്റെ കാർ കളക്ഷനാണ് ഈ കാണുന്നത് മുഴുവൻ. അങ്ങനെ ഞാൻ വന്നത് പ്രമാണിച്ച് അവൻ്റെ റൂമാണ് എനിക്ക് തന്നിരിക്കുന്നത്. ഞാൻ മുന്നേ വന്നിട്ടുണ്ട് ഇവിടെ. അപ്പം ഞങ്ങൾ തമ്മിൽ നല്ല അണ്ടർസ്റ്റാൻഡിങ്ങിലാണ്. അതുകൊണ്ട് ഗ്രേസ് ആൻറ്റി എൻ്റെ മുറിയിൽ കിടന്നു എന്നും പറഞ്ഞുകൊണ്ട് അവൻ പോയതാ. ഇതാണ് അവരുടെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ. നേരെ നമ്മൾ കാണുന്നത് റെയിൽവേ ട്രാക്കാണ് ആക്ച്വലി. പക്ഷെ നമുക്ക് സൗണ്ടൊന്നും അകത്ത് കേൾക്കത്തില്ല, അതുകൊണ്ട് ഡിസ്റ്റർബൻസ് ഇല്ല. ഞാൻ വന്ന് കയറിയപ്പോൾ തന്നെ ഐശ്വര്യം തോന്നുന്നു. ഒടുക്കത്തെ മഴയായിരുന്നു. അതുകൊണ്ട് അന്ന് പുറത്തിറങ്ങിയപ്പോൾ നല്ല തണുപ്പും. ഞങ്ങളൊന്ന് പുറത്ത് പോവായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് വാങ്ങിക്കണം. ഇതാണ് എന്നെ നോക്കി പാർക്കിംഗ് ടിക്കറ്റ് വാങ്ങിയ കക്ഷി, വിവറ്റ്. ആൾ ചെറിയ ആളൊന്നും അല്ല കേട്ടോ. ഭാവിയിലൊരു വളർന്നു വരുന്നൊരു സംവിധായികയാണ്. ഇത്ര അടുത്തായിരുന്നല്ലേ റോഡ്? നമുക്ക് ഹൈവേ പെട്ടെന്ന് കിട്ടും. ഇത്
അൽമേര പോട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് പോകുന്നത്. അപ്പൊ ഈ അൽമേര 50 കേട്ടോ, ഇത് 50 കൊല്ലമായിട്ടുള്ളൂ ഈ ഒരു സ്ഥലമായിട്ട്. അതായത് ഇതെല്ലാം സീ ആയിരുന്നു, കടലായിരുന്നു. നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന ഫുൾ കടലാ. ഹൗസിംഗ് ക്രൈസിസ് വന്നപ്പോ കടല് നികത്തി അവരിത് ലാൻഡ് ആക്കിയത്. അതാണ് അൽമേരയുടെ ഒരു പ്രത്യേകത. പുതിയൊരു ഇൻഫർമേഷൻ ആയിരുന്നു. ഇതാണ് സഹോദരരെ ഞാൻ ആ പറഞ്ഞ കൂട്ടുകാരി. ഹായ് വിവറ്റ്. ഹലോ, വാ നമുക്ക് ആൽബർട്ടൈൻ കറങ്ങാം. ഓക്കെ, ശരിക്കും നമ്മളൊരു സ്ഥലം അവിടുത്തെ അറിയണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ സൂപ്പർ മാർക്കറ്റ്, അവിടുത്തെ ലോക്കൽ സ്ഥലങ്ങളിൽ കയറണം അല്ലേ? ഞാനെപ്പോഴും എബിയോട് പറയും എനിക്ക് വലിയ ഷോപ്പിംഗ് മോളൊന്നും എന്നെ കൊണ്ടുപോകില്ല. നല്ല സ്മെല്ല്. അത് ഈ ക്രോസാൻസ് നമ്മൾ വാങ്ങാൻ പോകുന്ന സാധനത്തിൽ ഇതെടുക്കണം അല്ലേ? ഇത് എന്റെ ബോണസ് കാർഡ് കാണുന്നില്ല, വരും. അതിന് ഇവിടെ കാർഡ് ഉണ്ടല്ലേ, ആൽബർട്ടൈൻ കാർഡ്. ബോണസ് കാർഡ് വരും. അതായത് ഇപ്പം ഓറഞ്ച് കണ്ടോ, അതൊക്കെ ഇപ്പൊ കാണിക്കുന്നത് 2 എണ്ണത്തിന് 2 ഫോർ എന്ന് പറയാം. VOR 429. ആക്ച്വൽ പ്രൈസ് 5 ആണ്. അപ്പൊ ആ ബോണസ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കിട്ടും. പക്ഷെ ആ ബോണസ് കാർഡ് എന്തെങ്കിലും ഉണ്ടായിരുന്നു, പക്ഷെ കുഴപ്പമില്ല, നമ്മൾ പേ ചെയ്യുമ്പോൾ അവരുടെ ബോണസ് ചെയ്യാൻ പറ്റും. ഇവിടെ നിന്നാണ് നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സാധനങ്ങൾ വാങ്ങേണ്ടത്. ഇതാണ് ഫേമസ് ക്രോസാൻസ്. പല തരത്തിലുള്ള ക്രോസാൻസ് ഉണ്ട്, കണ്ടോ? ഇത് ചോക്ലേറ്റ് ചിപ്സ് വെച്ചിട്ട് സ്കാസ് എന്ന് പറയുന്നത് ചീസാണ്. നെതർലൻഡ്സിൽ ഒരു പോപ്പുലർ ആയിട്ടുള്ള സാധനമാണ് ചീസ്. അപ്പൊ അത് വെച്ചിട്ടുള്ള ക്രോസാൻസ്. ഇത് നോർമൽ അല്ലേ? ഇത് നോർമൽ. എന്തെങ്കിലും വേറെ എന്താ ട്രൈ ചെയ്യാൻ പോകുന്നത്? പ്രത്യേകിച്ച് ട്രൈ ചെയ്യാൻ ഞാൻ ഇത് തെരേസേച്ചിയുടെ അവിടെ ട്രൈ ചെയ്തിട്ടുണ്ട്. അത് ചോക്ലേറ്റ് ബ്രോച്ച്. ചോക്ലേറ്റ് ബ്രോച്ചോ അങ്ങനെ തോന്നുന്നു. പറയണ്ട, കഴിച്ചാ മതി. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ഇല്ലാത്ത ആളാണ്. തുടങ്ങുന്നത് നല്ല സാധനമായിട്ട് ബിസ്ക്കറ്റ്സ്. അത് വീട്ടില് ഉണ്ട്. ബിസ്ക്കറ്റ്, കുഞ്ഞു കുക്കി. പേസ്റ്റൽ കളർ പാക്കേജിങ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ വിടൂല. എൻ്റെ കണ്ണുകളെല്ലാം പോകുന്നത് ഇങ്ങോട്ടാണ്. റിജക്റ്റ് ആവണേ. ഇന്റർനാഷണൽ കാണോ. നമ്മുടെ വീട്ടിലെ അമ്മ ദോശയും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി. ഇന്നലെ വരെ റാഗി ദോശയായിരുന്നു. ഇന്ന് ഞാൻ ക്രോസാൻഡിലേക്ക് പോയി. ഞാൻ ഇവിടെ വന്ന് നിന്ന് ഇവിടുത്തെ ആൾക്കാരെ കുറ്റം പറഞ്ഞപ്പോ ഞാൻ റാഗി ദോശ ഉണ്ടാക്കിയതൊക്കെ. ഇത് ചേച്ചിനെ കാണാൻ വെച്ചേക്കുന്നതാണോ? ബാക്കി കാണാൻ ഇത് കാണാൻ പറ്റുന്ന. ഇന്നലെ ഞാൻ അവിടെ നിന്ന് എയർപോർട്ടിൽ നിന്ന് പെട്ടെന്ന് പിന്നെ ആ വെപ്രാളത്തിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി കുറച്ചു നേരം നിങ്ങൾ വിവറ്റിന്റെ ഡ്രൈവിംഗ് സ്കിൽ കണ്ടു. പിന്നെ വിളിക്കരുത്, ഇതൊന്നും വരില്ലല്ലോ അല്ലേ? പറ്റില്ല. അയ്യോ, അവർക്ക് ഈ നമ്പർ ഇല്ലെന്ന് തോന്നുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം മെസ്സേജ് ഇട്ടില്ലേ, അത് പുതിയ നമ്പർ ഇന്ന്. അത് പ്രൊഫഷണൽ നമ്പർ ആയിരിക്കും, അതിന്റെ പേഴ്സണൽ നമ്പർ. പക്ഷെ ആ നമ്പർ ഞാൻ പേഴ്സണൽ ആയിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ മറന്നുപോയി. അമ്മ ഒരു ദിവസം വിളിച്ചിട്ട് ഇത് ഏത് നമ്പർ? ഞാൻ റോഹിയോ ഞാൻ പുതിയ പണിയാ വിളിച്ചല്ലേ. അമ്മ ഇതെന്റെ പുതിയ നമ്പർ. ഈ മറവി ഒരു പ്രശ്നമാവുന്നത്. ഞാൻ എല്ലാം മറന്നു പോകും ചേച്ചി. ഞാൻ എന്നിട്ട് ഇപ്പം നോട്ട് എടുത്തിട്ട് എന്നിട്ട് എല്ലാം എഴുതിയിടും. അപ്പൊ ചെയ്തില്ലെങ്കിൽ ഞാൻ എല്ലാം മറന്നു പോകും. നോട്ടിൽ എഴുതിയിടും. എന്നിട്ട് ആ നോട്ട് നോക്കാൻ മറന്നു. ഇത് പണ്ട് അമ്മേനെ പറ്റി പറയാമല്ലോ. അമ്മയ്ക്ക് എല്ലാം മറവി. എവിടെയാ വെച്ചേ, അമ്മ അതെവിടെ അമ്മ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവും. പക്ഷെ അമ്മ ഇനി ഞാനൊരു ബുക്കിൽ എഴുതി വെക്കും. ഞാൻ എന്നിട്ട് വേണം ആ ബുക്കും കൂടി കാണാൻ വേണ്ടിട്ട്. ഞങ്ങള് മറ്റേ ഗോൾഡിന്റെ ലോക്കറിന്റെ കീ അമ്മ എന്നെ ഏൽപ്പിച്ചു. ഞാൻ അമ്മയോട് ഒരു അമ്മ മറന്നു പോയി എവിടെ വെച്ചേക്കണെന്ന് എന്നെ ഏൽപ്പിക്കും, ഞാൻ നോക്കോളാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ എടുത്തു. എന്നിട്ട് കീ എവിടെയാന്ന് പറഞ്ഞ് ഞാൻ മറന്നുപോയി. വീട് ഷിഫ്റ്റും ചെയ്തു, തീർന്ന്.
എനിക്ക് നമ്മൾ പറയാൻ പറ്റുമോ കീ എവിടെയാണെന്നുള്ള ഞാൻ മറന്നുപോയെന്ന്. പിന്നെ ഞാൻ ആ ഷിഫ്റ്റിങ്ങിന്റെ പേരും പറഞ്ഞ് മുഴുവൻ തപ്പി 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 ഒന്നുമില്ല, എന്റെ കൺമുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു സാധനം. കണ്ടുപിടിച്ചു. ഇപ്പൊ അമ്മയ്ക്ക് അറിയാം ഞാൻ എന്ത് പറഞ്ഞാലും ഇത്രക്കേ ഉള്ളൂ, അതുകൊണ്ട് അമ്മ തന്നെ ചെയ്തോളണം. അതെ, സിമ്പിൾ. അതുകൊണ്ട് അമ്മനോട് ചോദിച്ചു നീ അവിടെ എത്തുമല്ലോ അല്ലേ. അതെ, മറന്നുപോലല്ലോ ഇങ്ങോട്ട് പോണ്ടേന്ന്. നല്ല സ്ഥലം. അങ്ങനെ ഞങ്ങളുടെ ആംസ്റ്റർഡാം യാത്ര തുടങ്ങുകയാണ്. പക്ഷേ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ ഞാൻ ആംസ്റ്റർഡാമിൻ്റെയും യൂറോപ്പിൻ്റെയും പല ഭാഗങ്ങളിൽ ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് എല്ലാം ഞാൻ ഷൂട്ട് ചെയ്യും. പക്ഷെ പോസ്റ്റ് ചെയ്യുന്നത് ഈ വീഡിയോസിൻ്റെ റെസ്പോൺസ് അനുസരിച്ചിരിക്കും. ബിക്കോസ് ഞാനിത് ആദ്യമായിട്ട് ഷൂട്ട് ചെയ്യുന്ന വ്ളോഗാണ്. എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ യു ക്യാൻ കമൻറ്റ് ബിലോ സോ ദാറ്റ് ഐ ക്യാൻ ഇംപ്രൂവ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഹോപ്പ്ഫുള്ളി. Thank you so much for watching. Have a great day. Bye.